Hello everyone, welcome back to yet another spoken English session. എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു പഠന രീതിയാണ് NII മെത്തേഡ്, നരേറ്റിംഗ് ഇമാജിനറി ഇൻസിഡൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ മെത്തേഡ് അനുസരിച്ചുള്ള സീരീസിലെ പുതിയ അധ്യായമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അധ്യായം ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇംഗ്ലീഷിലെ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഷാപരമായിട്ടുള്ള സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ സീരീസിലൂടെ അല്ലെങ്കിൽ ഈ കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് 5 കാര്യങ്ങളാണ്, 5 സ്റ്റെപ്സാണ് ഈ ക്ലാസ്സിനുള്ളത്. ദ ഫസ്റ്റ് വൺ, ലിസൺ ടു ദ ഓഡിയോ. ദാറ്റ് മീൻസ് ഐ വിൽ ബി പ്ലേയിങ് ആൻ ഓഡിയോ ഫോർ യു. നിങ്ങൾ ആ ഓഡിയോ എന്ത് ചെയ്യണം? നന്നായിട്ട് കേൾക്കണം. അതിനുശേഷം ട്രൈ നരേറ്റിംഗ്, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഞാൻ പ്ലേ ചെയ്യുന്ന ഓഡിയോയ്ക്കകത്ത് പറയുന്ന ആശയങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ എക്സ്പീരിയൻസിലൂടെ, മീൻസ് നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾ നരേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. വാച്ച് എ മോഡൽ നരേഷൻ. അതിനുശേഷം ഞാനൊരു മോഡൽ നരേഷൻ കാണിക്കും, അത് നിങ്ങൾ ക്ഷമാപൂർവ്വം കേട്ട് മനസ്സിലാക്കണം, എന്നിട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം. ആഫ്റ്റർ ദാറ്റ് ദ വിൽ ബി അനദർ സെഷൻ ഡിസ്കസിങ് ദി സെൻറ്റൻസസ്. വളരെ കോറായിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളെയും സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ പറയാമെന്ന് വിശദീകരിക്കുന്ന ഭാഗമാണ്. അവസാനം ദ ഫിഫ്ത്ത് പാർട്ട് എന്ന് പറയുന്നത് റിവ്യൂ വൊക്കാബുലറിയാണ്. നമ്മളിന്ന് പഠിച്ചിട്ടുള്ള വൊക്കാബുലറികളെല്ലാം നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യുകയും ചെയ്യും. ഓക്കെ, വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ലിസൺ ടു ദ ഓഡിയോ ആണ്. ഞാനിതൊരു ഓഡിയോ പ്ലേ ചെയ്യാണ്, നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം അത് കേൾക്കുക. ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നാണം കെട്ട ദിവസവും ഇന്നായിരുന്നു. എനിക്ക് പുതിയ ജോലി കിട്ടിയിട്ട് ആദ്യമായി ഓഫീസിൽ പോയ ദിവസമായിരുന്നു ഇന്ന്. രാവിലെ ഓഫീസിലെത്തിയതിന് ശേഷം ഞങ്ങളുടെ ഓഫീസിലെ ഓപ്പറേഷൻ മാനേജർ എല്ലാവർക്കും എന്നെ പരിചയപ്പെടുത്തി. ശേഷം എന്നോട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. ഓഫീസിലെ കൂടുതൽ സ്റ്റാഫുകൾക്കും മലയാളം അറിയില്ലായിരുന്നു. എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. സംസാരിക്കാനായി വിളിച്ചപ്പോൾ ഞാൻ ആകെ വിയർത്തു. എൻ്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിച്ചു. വായിൽ വെള്ളം വറ്റി. ഒന്നും പറയാൻ കഴിയാതെ കുറേ നേരം ഞാൻ സ്തബ്ധിച്ചു നിന്നു. എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ ശബ്ദമിടറി. എല്ലാവരും ചിരിച്ചു. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നറിഞ്ഞപ്പോൾ മാനേജർ ഇടപെട്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നാണം കെട്ട ദിവസം, എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നിയ ദിവസം. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാനുള്ള തീരുമാനമെടുത്തു. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. ഓക്കെ, ഓഡിയോ കേട്ടു, കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ നിങ്ങൾ സ്വയം പറയാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു തവണ കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. ഓഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് ഒരിക്കലും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തങ്ങി നിൽക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ഭാഷയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. ശരിയാവാം, തെറ്റാവാം, നിങ്ങളുടെ ലാംഗ്വേജ് എന്താണോ ആ ഭാഷയിൽ അത് പറയാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഓഡിയോ കേൾക്കുക. അപ്പോൾ നിങ്ങൾ പറയാൻ വിട്ടുപോയ മിസ്സായ ചില കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലേക്ക് വരും. വീണ്ടും നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ 2 or 3 ടൈംസ് അറ്റ്ലീസ്റ്റ് 3 തവണയെങ്കിലും ശ്രമിക്കുക. അതായത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഓഡിയോയുടെ ഭാഗം കേൾക്കുക, നിങ്ങൾ പറയാൻ ശ്രമിക്കുക, ഓഡിയോ കേൾക്കുക, പറയാൻ ശ്രമിക്കുക. 3ാമത്തെ തവണയാകുമ്പോഴേക്ക് ഒരു പോയിൻ്റ് പോലും വിട്ടുപോകാതെ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ആശയങ്ങളും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. പിന്നെ അവിടെ പ്രശ്നം പറയുന്ന സമയത്തുള്ള ഭാഷയാണ്. നിങ്ങൾ സ്വയം പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് സാധിക്കാത്തത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കഴിയാത്തത്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. കുറേ വാക്കുകൾ നിങ്ങൾക്ക് അറിയില്ല എന്നും കുറേ ഫ്രേസസ് നിങ്ങൾക്ക് അറിയില്ല എന്നും ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കത് കഴിയുമായിരിക്കാം, ചിലപ്പോൾ കഴിയില്ലായിരിക്കാം. എന്തായാലും ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഞാനൊരു മോഡൽ നരേഷൻ കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗം ചെയ്ത ആൾക്കാർ മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. അതായത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ പരിശീലനം നടത്താൻ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ഞാൻ നടത്തുന്ന ഒരു കോഴ്സാണ് ബ്രിസ്റ്റോസ് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു 5 month ഡ്യൂറേഷനുള്ള വളരെ പ്രാക്ടിക്കലായിട്ട് 1-on-1 ആയിട്ട്, അതായത് ഒരു ലേണർക്ക് ഒരു ടീച്ചർ എന്ന രൂപത്തിലേക്ക് പേഴ്സണലായിട്ട് ട്രെയിനിങ് തന്ന് പടിപടിയായിട്ട് നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള കോഴ്സിലേക്ക്
നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്നും ഏത് സമയത്തും നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് ലൈവായിട്ട് പഠിക്കാവുന്നതാണ്, തീർത്തും കോൺഫിഡൻഷ്യലായിട്ട്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ 9037990442 എന്ന് പറയുന്ന നമ്പറിലേക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഈ സെഷൻ തുടരാം. ഒരു മോഡൽ നരേഷൻ കേൾക്കാൻ പോവുകയാണ്. ഓക്കെ. The most embarrassing day of my life. Today was the happiest day of my life, but it was also the most embarrassing day of my life. It was my first day at the office after getting a new job. In the morning, after I reached the office, our operations manager introduced me to everyone and then asked me to say a few words. Most of the staff in the office didn't know Malayalam, so they asked me to speak in English. When I was called to speak, I started sweating all over, and my knees were shaking. My mouth went completely dry. I just stood there frozen, unable to say anything for a while. Whenever I tried to say something, my voice cracked. Everyone laughed. When the manager realized I didn't know English, he stepped in and said I could just speak in Malayalam. That was the most embarrassing day of my life. It was a day I felt ashamed of myself. Today, I decided that I must learn English. I won't be at peace until I learn to speak English. ഓക്കെ, മോഡൽ നരേഷൻ കേട്ടു. ഇനി വേണമെങ്കിൽ ഒരു തവണ കൂടി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഇത് കേട്ടതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് തന്നെ ആഡ് ചെയ്ത് പറയാൻ സാധിക്കുമായിരിക്കാം. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അതായത് ഈ നരേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു. ടുഡേ വാസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. ടുഡേ വാസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. രണ്ടാമതെന്താ പറഞ്ഞത്? പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നാണം കെട്ട ദിവസവും ഇന്നായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നാണം കെട്ട ദിവസവും ഇന്നായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓൾസോ ദ മോസ്റ്റ് എംബാരസിങ് ഡേ ഓഫ് മൈ ലൈഫ്. നമുക്കതെങ്ങനെ പറയാം? ബട്ട് ഇറ്റ് വാസ് ഓൾസോ ദ മോസ്റ്റ് എംബാരസിങ് ഡേ ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ദിവസവും ഇന്ന് തന്നെയായിരുന്നു. അപ്പോൾ എംബാരസിങ് എന്ന് പറയുന്നൊരു വൊക്കാബുലറി പഠിച്ചു വെക്കുക, മനസ്സിലാക്കുക. എനിക്ക് പുതിയ ജോലി കിട്ടിയിട്ട് ആദ്യമായി ഓഫീസിൽ പോയ ദിവസമായിരുന്നു ഇന്ന്. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് ദ ഓഫീസ് ആഫ്റ്റർ ഗെറ്റിംഗ് എ ന്യൂ ജോബ്. അങ്ങനെ പറഞ്ഞാൽ പോരെ? നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. പക്ഷേ ഞാനൊരു മാതൃക തരികയാണ്. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് ദ ഓഫീസ് ആഫ്റ്റർ ഗെറ്റിംഗ് എ ന്യൂ ജോബ്. രാവിലെ ഓഫീസിലെത്തിയതിന് ശേഷം ഞങ്ങളുടെ ഓഫീസിലെ ഓപ്പറേഷൻ മാനേജർ എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. എങ്ങനെയാ അത് പറയാം? ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ ഐ റീച്ച് ദ ഓഫീസ് our operation manager introduced me to everyone. ഓക്കെ, അതായത് രാവിലെ ഓഫീസിൽ എത്തിയതിന് ശേഷം, ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ ഐ റീച്ച് ദ ഓഫീസിലെ ഞങ്ങളുടെ ഓപ്പറേഷൻ മാനേജർ എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. our operation manager introduced me to everyone. ശേഷം എന്നോട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. അത് നമുക്ക് ഇങ്ങനെ പറയാം, and then asked me to say a few words. അല്ലെങ്കിൽ I was asked to say a few words എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ നമുക്ക് ശേഷം എന്നോട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു, and then asked me to say a few words. ഓഫീസിലെ കൂടുതൽ സ്റ്റാഫുകൾക്കും മലയാളം അറിയില്ലായിരുന്നു. Most of the staff in the office didn't know Malayalam. Okay, most of the staff in the office didn't know Malayalam. എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. So they asked me to speak in English. Or I was asked to speak in English എന്ന് പറയാം. I was asked എന്നോട് ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ പറയുമ്പോൾ I was asked എന്നും പറയാം. ഓക്കെ, I was asked to speak in English. Otherwise, so they asked me to speak in English. Okay, next. സംസാരിക്കാനായി വിളിച്ചപ്പോൾ ഞാൻ ആകെ വിയർത്തു. എൻ്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിച്ചു. When I was called to speak, I started sweating all over and my knees were shaking.
സംസാരിക്കാനായി വിളിച്ചപ്പോൾ ഞാൻ ആകെ വിയർത്തു, എൻ്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിച്ചു. എങ്ങനെ പറയാം? When I was called to speak, I started sweating all over and my knees were shaking. Okay? വായിൽ വെള്ളം പറ്റി. My mouth went completely dry. Go dry എന്ന് പറഞ്ഞാൽ വറ്റുക, went dry വറ്റി. So here went completely dry. വായിൽ വെള്ളം മുഴുവനായിട്ട് വറ്റി. ഒന്നും പറയാൻ കഴിയാതെ കുറേ നേരം സ്തംഭിച്ചു നിന്നു. I just stood there frozen. സ്തംഭിച്ച് നിൽക്കുക എന്നുള്ളതിന് സ്റ്റാൻഡ് ഫ്രോസൺ എന്ന് പറയാം. അതിൻ്റെ പാസ്റ്റ് stood frozen. I just stood there frozen, unable to say anything for a while. I stood there frozen, unable to say anything. So unable to say anything for a while. എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ ശബ്ദമിടറി. Whenever I tried to say something, my voice cracked. ഞാൻ എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോൾ, എന്തെങ്കിലും പറയണമെന്ന് വിചാരിക്കുമ്പോൾ, പറയാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ശബ്ദമിടറി. Whenever I tried to speak something or whenever I tried to say something, my voice was cracked or my voice cracked. എല്ലാവരും ചിരിച്ചു. Everyone laughed. എല്ലാവരും ചിരിച്ചു. Everyone laughed. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നറിഞ്ഞപ്പോൾ മാനേജർ ഇടപെട്ടു. മലയാളത്തിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ when the manager realized I didn't know English, അതായത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നറിഞ്ഞപ്പോൾ when the manager realized I didn't know English, he stepped in or he intervened. He intervened എന്ന് പറയാം. അദ്ദേഹം ഇടപെട്ടു. അതർവൈസ് അദ്ദേഹം മുമ്പോട്ട് വന്നിട്ടൊരു കാര്യം പറയാണല്ലോ. മീൻസ് അദ്ദേഹം ആ ഒരു വിഷയത്തിൽ മുമ്പോട്ട് വന്ന് ഇടപെടുമ്പോൾ നമുക്ക് കൂടുതൽ നല്ലത് സ്റ്റെപ്ഡ് ഇൻ എന്ന് പറയുന്ന ഫ്രേസാണ്. സോ ഹി സ്റ്റെപ്ഡ് ഇൻ ആൻഡ് സെഡ് ഐ കുഡ് ജസ്റ്റ് സ്പീക്ക് ഇൻ മലയാളം. ഞാൻ മലയാളത്തിൽ സംസാരിച്ചാൽ മതിയെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നാണം കെട്ട ദിവസം, ദാറ്റ് വാസ് ദ മോസ്റ്റ് എംബാരസിംഗ് ഡേ ഓഫ് മൈ ലൈഫ് ഓർ ഇറ്റ് വാസ് ദ മോസ്റ്റ് എംബാരസിംഗ് ഡേ ഓഫ് മൈ ലൈഫ്. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നിയ ദിവസം. ഇറ്റ് വാസ് എ ഡേ ഐ ഫെൽറ്റ് അഷൈംഡ് ഓഫ് മൈസെൽഫ്. ഇറ്റ് വാസ് എ ഡേ ഐ ഫെൽറ്റ് അഷൈംഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നിയ ഒരു ദിവസമായിരുന്നു അത്. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാനുള്ള തീരുമാനമെടുത്തു. ടുഡേ ഐ ഡിസൈഡഡ് ദറ്റ് ഐ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ടുഡേ ഐ ഡിസൈഡഡ് ദറ്റ് ഐ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. Or today I took a firm decision to learn English, like that. Okay, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, നോ പ്രോബ്ലം. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ. അത് നമുക്ക് ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ I won't rest until I learn to speak English. I won't rest until I learn to speak English. Otherwise ഒരു കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ പറയുകയാണെങ്കിൽ I won't be at peace. I won't be at peace until I learn to speak English. ഇങ്ങനെയും പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുക, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൊക്കാബുലറി എന്ന് പറയുന്നത് എംബാരസിംഗ് ആണ്. എംബാരസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കിട്ടാം. മറ്റൊരു വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് സ്വെറ്റിംഗ് എന്ന് പറഞ്ഞു അല്ലേ. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിയർപ്പ് അല്ലെങ്കിൽ വിയർക്കുക. ഓക്കെ, സ്വെറ്റ്. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ട്. ഷെയ്ക്കിംഗ് ഓർ ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. അതുപോലെ ഗോ ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റുക. വായിൽ വെള്ളം വറ്റി എന്ന് പറഞ്ഞു അല്ലേ. മൈ മൗത്ത് കംപ്ലീറ്റ്ലി വെൻറ്റ് ഡ്രൈ ഓർ വെൻറ്റ് കംപ്ലീറ്റ്ലി ഡ്രൈ. അപ്പോൾ ഗോ ഡ്രൈൻ്റെ പാസ്റ്റാണ് വെൻറ്റ് ഡ്രൈ. ഓക്കെ, ഗോ ഡ്രൈ എന്ന് പറഞ്ഞാൽ വറ്റുക. അതുപോലെ സ്റ്റുഡ് ഫ്രോസൺ. സ്റ്റുഡ് ഫ്രോസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തംഭിച്ചു നിന്നു. സ്റ്റുഡ് ഫ്രോസൺ. ഓക്കെ, സ്തംഭിച്ചു നിന്നു. മൈ വോയിസ് ക്രാക്ട്. എൻ്റെ ശബ്ദമിടറി. അപ്പോൾ വോയിസ് ക്രാക്ട്. വോയിസ് ക്രാക്ട് എന്ന് പറഞ്ഞാൽ ശബ്ദമിടറി എന്നാണ് വോയിസ് ക്രാക്ട്. സ്റ്റെപ്ഡ് ഇൻ. സ്റ്റെപ്ഡ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് വന്ന് ഇടപെടുക, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടുക എന്ന അർത്ഥത്തിലാണ് സ്റ്റെപ്പ് ഇൻ എന്ന് പറയുന്ന ഫ്രേസ് യൂസ് ചെയ്യാറുള്ളത്. ഫെൽറ്റ് അഷൈംഡ്. ഫെൽറ്റ് അഷൈംഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ തോന്നി. ഫെൽറ്റ് അഷൈംഡ് ഓഫ്, ലജ്ജ തോന്നി. ഐ വോണ്ട് റെസ്റ്റ് അണ്ടിൽ. അതായത് വിശ്രമമില്ല, ഒരു കാര്യം ചെയ്യും വരെ വിശ്രമമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടേ വിശ്രമമുള്ളൂ. അപ്പോൾ ഐ വോണ്ട് റെസ്റ്റ് അണ്ടിൽ,
ഐ വോണ്ട് റെസ്റ്റ് അണ്ടിൽ എന്നുള്ളതൊരു ഫ്രേസാണ്. അതല്ലെങ്കിൽ ഐ വോണ്ട് ബി അറ്റ് പീസ് അണ്ടിൽ, ഐ വോണ്ട് ബി അറ്റ് പീസ് അണ്ടിൽ, ഒരു കാര്യം ചെയ്തതിന് ശേഷം മാത്രമേ വിശ്രമമുള്ളൂ എന്നാണ് ആ ഫ്രേസിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കുറച്ച് വൊക്കാബുലറികളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു അധ്യായം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും ഈ സീരീസിലെ മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.